ഹലോ, അസ്സലാമു ഹലോ, വലൈക്കും സലാം. ഹൈദർ ഭായ്, എന്താണ് വിശേഷം? സുഖമായിട്ട് പോണോ? സുഖം. പിന്നെ എങ്ങനെ മനസ്സിലായി? അത് അറിയാൻ പറ്റുന്നുണ്ട്. അത് ശരിയാ. പിന്നെ എന്താ പറയാ, കഴിയുമെങ്കിൽ അവനെ ഒന്ന് തീർക്കുക. ഒരു കത്തി മുമ്പിൽ കിട്ടിയാൽ ഇപ്പൊ കൊല്ലുക. അതാണ് എന്റെ ലക്ഷ്യം. കാരണം ഈ സമൂഹത്തിനോട് ഇത്ര വലിയ ദ്രോഹം ചെയ്യുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. അത്രയും വലിയ ക്രൂരനാണ്. അതിന് തെച്ചാൽ അതുപോലെ ഞാനത് വെറുതെ വിടില്ല. ഒരാൾ അങ്ങനൊന്നും പറയേണ്ടി വരും. ഇപ്പൊ മുമ്പിൽ കിട്ടിയ കൊന്നുകളി ഞാനാണ്. ഓരിങ്ങനെ പാവങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കണ്ടാവും. എന്താണ് ഹൈദർ ഭായ്, പിന്നെ എന്താ ചെയ്യാ? അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. അയാളെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അയാളെ അയാളെ MLA ആയി ജയിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ ഞാൻ പരസ്യമായിട്ട് ഞാൻ കൊന്നോളിയാണ്. പരസ്യമായിട്ട് കൊന്നോളി. ഞാൻ ഉള്ളിൽ ഉറപ്പ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അത്ര കൃത്യമായിട്ട് ഞാൻ പറയാം. പരസ്യമായിട്ട് അവനെ കൊന്നോളി. ഞാൻ അധാർമികത സമൂഹത്തിനിടയിൽ അധാർമികത വളർത്തുകയും അദ്ദേഹം ചെയ്ത നന്മകളൊന്നും അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല. റബ്ബല്ല ഈ ചെയ്യുന്ന ഇവനെ ചോദ്യം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇവനെ നാളെ MLA ആയാലും ഇവനെ ഇല്ലാതാക്കും. ഇവനെ ഇല്ലാതാക്കിയിട്ട് ഇവന്റെ മരണമാണ് എന്റെ ലക്ഷ്യം. ഇവന്റെ മരണമല്ലാത്തൊരു ലക്ഷ്യം എന്റെ കയ്യിലില്ല. അവൻ ഇതേപോലെ MLA തോറ്റു കഴിഞ്ഞാൽ അവനെ ഈ സമൂഹത്തിന് മുമ്പിൽ നാട്ടിച്ചു കളി. അവൻ നാളെ MLA അവൻ ഇല്ലാതാക്കും. അതാണ് എന്റെ ലക്ഷ്യം. കാരണം ധാർമ്മികത ചോദ്യം ചെയ്യുക. എനിക്ക് അവിടെ ഞാൻ ഒരാളെ കൊലപാതകം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം ഹലോ, അസ്സലാമു ഹലോ, വലൈക്കും സലാം. ഹൈദർ ഭായ്, എന്താണ് വിശേഷം? സുഖമായിട്ട് പോണോ? സുഖം. പിന്നെ എങ്ങനെ മനസ്സിലായി? അത് അറിയാൻ പറ്റുന്നുണ്ട്. അത് ശരിയാ. പിന്നെ എന്താ പറയാ, കഴിയുമെങ്കിൽ അവനെ ഒന്ന് തീർക്കുക. ഒരു കത്തി മുമ്പിൽ കിട്ടിയാൽ ഇപ്പൊ കൊല്ലുക. അതാണ് എന്റെ ലക്ഷ്യം. കാരണം ഈ സമൂഹത്തിനോട് ഇത്ര വലിയ ദ്രോഹം ചെയ്യുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. അത്രയും വലിയ ക്രൂരനാണ്. അതിന് തെച്ചാൽ അതുപോലെ ഞാനത് വെറുതെ വിടില്ല. ഒരാൾ അങ്ങനൊന്നും പറയേണ്ടി വരും. ഇപ്പൊ മുമ്പിൽ കിട്ടിയ കൊന്നുകളി ഞാനാണ്. ഓരിങ്ങനെ പാവങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ പണം ഉണ്ടാക്കണ്ടാവും. എന്താണ് ഹൈദർ ഭായ്, പിന്നെ എന്താ ചെയ്യാ? അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. അയാളെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അയാളെ MLA ആയി ജയിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ ഞാൻ പരസ്യമായിട്ട് ഞാൻ കൊന്നോളിയാണ്. പരസ്യമായിട്ട് കൊന്നോളി. ഞാൻ ഉള്ളിൽ ഉറപ്പ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അത്ര കൃത്യമായിട്ട് ഞാൻ പറയാം. പരസ്യമായിട്ട് അവനെ കൊന്നോളി. ഞാൻ അധാർമികത സമൂഹത്തിനിടയിൽ അധാർമികത വളർത്തുകയും അദ്ദേഹം ചെയ്ത നന്മകൾ അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല. റബ്ബല്ല ഈ ചെയ്യുന്ന ഇവനെ ചോദ്യം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇവനെ നാളെ MLA ആയാലും ഇവനെ ഇല്ലാതാക്കും. ഇവനെ ഇല്ലാതാക്കിയിട്ട് ഇവന്റെ മരണമാണ് എന്റെ ലക്ഷ്യം. ഇവന്റെ മരണമല്ലാത്തൊരു ലക്ഷ്യം എന്റെ കയ്യിലില്ല. അവൻ ഇതേപോലെ MLA തോറ്റു കഴിഞ്ഞാൽ അവനെ ഈ സമൂഹത്തിന് മുമ്പിൽ നാട്ടിച്ചു കളി. അവൻ നാളെ MLA അവൻ ഇല്ലാതാക്കും. അതാണ് എന്റെ ലക്ഷ്യം. കാരണം ധാർമ്മികത ചോദ്യം ചെയ്യുക. എനിക്ക് അവിടെ ഒരാളെ കൊലപാതകം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല.